ഗുഡ് ഈവനിങ് എവരിവൺ. വീഡിയോ വിഷൻ 2075 ന്യൂസ് റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. കുപ്രസിദ്ധ കൊലയാളി ഗോവിന്ദചാമി ജയിൽ DGP-ആയി വിരമിച്ചു. ഒരേ നിരയിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന രണ്ട് വിശ്വാസികൾ തമ്മിൽ സംസാരിച്ചു. വയനാട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷം. PCI സഭ അനഭിന്തുകമായി ചൊവ്വയിൽ നിർമ്മിച്ച ഓഫീസ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ചൊവ്വയിലെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. പെരുമ്പാവൂരിൽ മലയാളത്തിൽ ദൈവവചനം സംസാരിച്ച പാസ്റ്ററുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നുവെന്ന് ചില പ്രത്യേക വിശ്വാസ സമൂഹം അവകാശപ്പെടുന്നു. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ കൊലയാളി ഗോവിന്ദചാമി ജയിൽ DGP-ആയി വിരമിച്ചു. 2011 ജയിലിലായ ഗോവിന്ദചാമി പടിപടിയായി ഉയർന്ന് ജയിൽ DGP-ആയി മാറുകയായിരുന്നു. അതേസമയം ഗോവിന്ദചാമി എഴുതിയ സ്ത്രീ സുരക്ഷയ്ക്ക് 101 മാർഗനിർദ്ദേശങ്ങൾ എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഒരേ നിരയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന രണ്ട് വിശ്വാസികൾ തമ്മിൽ 30 വർഷത്തിന് ശേഷം സംസാരിച്ചു. ഏകദേശം 10 സെക്കൻഡാണ് അവർ സംസാരിച്ചത്. ഇന്റർനെറ്റിന്റെ പ്രവർത്തനം നിലച്ചത് മൂലമാണ് അങ്ങനെ ഉണ്ടായതെന്ന് ഞങ്ങളുടെ എതിർവൃത്തങ്ങൾ. PCI സഭ അനഭിന്തുകമായി ചൊവ്വയിൽ നിർമ്മിച്ച ഓഫീസ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ചൊവ്വയിലെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എക്യുമെനിക്കൽ ചർച്ചിന്റെ ആഘോഷത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും ഉണർവ് യോഗത്തിലും ആരാധനയുടെ ക്രമങ്ങൾ ലീഡ് ചെയ്യുന്നതിനുമായി AI റോബർട്ട് ചാൾസ് മക്രോണിയെ നിയമിച്ചിരിക്കുന്നു. കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. ഇത്തവണ 2 മലയാളികൾക്ക് മന്ത്രിസ്ഥാനം. 140 അംഗ സഭയിൽ ജയിച്ചു വന്ന 2 മലയാളികൾക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. മുഖ്യമന്ത്രി അടക്കം 18 പ്രധാന വകുപ്പുകളിൽ ബംഗാളികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിയമസഭയിൽ നിന്ന് നമ്മുടെ ലേഖകൻ ദാനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ദാനി, കേൾക്കാമോ? എന്താണ് നിയമസഭയിൽ നിന്നുള്ള റിപ്പോർട്ട്? കേൾക്കാം ജെറിൻ. ഞാനിപ്പോൾ നിയമസഭയിൽ നിൽക്കുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സുഷമ ബാനർജി നമ്മോടൊപ്പം ഉണ്ട്. ഹായ്, ഹൗ ആർ യു മിനിസ്റ്റർ? ഓക്കെ, നമ്മുടെ പുതിയ നിയമസഭയിൽ വന്നിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിൽ ചെയ്യുവാൻ മന്ത്രി ആഗ്രഹിക്കുന്നത്? എനിക്ക് കേരളത്തെ ரொம்ப ഇഷ്ടം. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ശിക്ഷ മന്ത്രി സം ചേഞ്ചസ് പഠന ആദ്യമാ ടാജർ ബുക്ക് ഡോണേറ്റ് ബുക്ക് എല്ലാമേ മാറ്റി ഒരു സ്മാർട്ട് അറ്റൻഡൻസ് ആപ്പ് I am planning in my mind to make like that. Then instead of kanni and paya, I am planning to give bread, roti and potato fry that make the children healthy and the nourishes good diet. Then I am planning no parisha. Children should enjoy. Then no parisha, all pass better, I think. പുതിയ നല്ല മാറ്റങ്ങളാണല്ലോ കേരളത്തിൽ വരുത്താനായിട്ട് പോകുന്ന മന്ത്രി. You will see, by the way, you will see and you will enjoy. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ആഹാരം മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? I like kapa and mean curry. Okay. That's my favorite food. ഏതായാലും മന്ത്രിയുടെ പുതിയ തീരുമാനങ്ങൾ ഏറ്റവും നന്നായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് പോഷകമായിട്ടുള്ള ആഹാരവും അതുപോലെ തന്നെ സ്മാർട്ട് അറ്റൻഡൻസും ലോകോത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം ഉന്നതത്തിലേക്ക് കൊണ്ടുവരാനാണ് മിനിസ്റ്റർ തീരുമാനിക്കുന്നത്. And I will try to send our children to America, Europe, everywhere. They will shine there. ഹായ് മാഡം, അവസാനമായി ഒരു ക്വസ്റ്റ്യനും കൂടെ. നമ്മുടെ ഈ മലയാള ഭാഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനായി മാഡം ആഗ്രഹിക്കുന്നുണ്ടോ? I think കുട്ടികൾ മലയാളം പറയുന്നത് is not good. I don't feel comfortable. It's better in Bangla language to study. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. Okay.
വളരെ സന്തോഷമുണ്ട് മാഡം. വളരെ തിരക്കേറിയ സമയത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വാർത്തയോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. തമ്പാനൂരിൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇദ്ദേഹത്തെ കാണുവാനായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വമ്പൻ ജനത്തിരക്കെന്ന് നമ്മുടെ ലേഖകൻ അറിയിക്കും. പെരുമ്പാവൂരിൽ മലയാളത്തിൽ ദൈവവചനം സംസാരിച്ച പാസ്റ്ററുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. അന്യസംസ്ഥാന വിശ്വാസികളാണ് തടസ്സപ്പെടുത്തിയത്. തുടർന്ന് അസിസ്റ്റന്റ് പാസ്റ്ററായ മധുസൂദൻ ദത്ത് ബംഗാളി ഭാഷയിൽ പ്രസംഗം തുടരുകയായി. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷം. വയനാട്ടിൽ ഇന്ന് ഇറങ്ങിയ പുലികളുടെ എണ്ണം 210, ആനകളുടെ എണ്ണം 104 ആയി. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 480 ആയി. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നുവെന്ന് ചില പ്രത്യേക വിശ്വാസ സമൂഹം അവകാശപ്പെടുന്നു. അതിൻ്റെ കാരണങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വള്ളിപുള്ളി തെറ്റാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സഭാ നേതൃത്വം അവകാശപ്പെടുന്നു. നമ്മുടെ ലേഖകൻ ബെന്നി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബെന്നി, കേൾക്കാമോ? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? കേൾക്കുന്നുണ്ട് ജെറിൻ. ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയുന്നതിനായി കുവൈറ്റ് ഏജ് ചർച്ച് സഭയുടെ സീനിയർ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസ് ജോർജ് നമ്മളോടുകൂടി ചേരുന്നു. നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. പാസ്റ്റർ, കർത്താവിന് മടങ്ങിയതിനെക്കുറിച്ച് സമൂഹത്തിൽ കേൾക്കുന്ന ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ്? അങ്ങനെ നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ്. തിരുവചന വെളിച്ചത്തിൽ അത് സത്യം തന്നെയാണ്. പാസ്റ്റർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ അരുമ ശിഷ്യന്മാർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചുമുള്ള അടയാളങ്ങൾ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. അതുപോലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ജാതിയോടും രാജ്യങ്ങളോടും എതിർക്കും. ഇതെല്ലാം കാണുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഓർക്കുക. അപ്പോൾ തന്നെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ രൂപാന്തരപ്പെടും. അങ്ങനെ ആ വലിയ പ്രത്യാശ ഉള്ളവരായി നമ്മുടെ പ്രവാസകാലം വളരെ ഭയത്തോടെ കഴിക്കുവാൻ, ആ പ്രത്യാശയോടെ ജീവിപ്പാൻ, കർത്താവിൻ്റെ വരുവനായി നോക്കിപ്പാർക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തിരക്കുള്ള സമയത്തിലും ഞങ്ങൾക്ക് വേണ്ടി സമയം അനുവദിച്ച പാസ്റ്ററിന് പ്രത്യേകം നന്ദി അറിയിക്കും. ഇന്നത്തെ വില വിവരപ്പട്ടിക. പാൽ വെള്ളം നിരക്ക്: പാൽ ലിറ്ററിന് 2800 രൂപ, വെള്ളം ലിറ്ററിന് 2400 രൂപ. ഓക്സിജൻ ലെവൽ: തിരുവനന്തപുരം 59%, എറണാകുളം 48%, കാസർഗോഡ് 77%.